കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കട്ടെ. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുക. ഗലാത്യർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 8-ാമത് വാക്യം. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിത്യജീവനെ കൊയ്യും. നമ്മളെല്ലാവരും സാധാരണഗതിയിൽ പറഞ്ഞു കേൾക്കുന്ന ഒരു വാക്കാണ് അവനവൻ വിതയ്ക്കുന്നത് കൊയ്യും. എന്തു വിതയ്ക്കുമോ അതെന്ത് ചെയ്യും? കൊയ്യും. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിത്യജീവനെ കൊയ്യും. ഏതാണ് നമുക്ക് വേണ്ടിയത്? ഇന്ന് നമ്മൾ എന്ത് ചെയ്താലും അതിനൊരു ഫലമുണ്ട്, ഒരു റിസൾട്ട് ഉണ്ടെന്നുള്ള കാര്യം എന്ത് ചെയ്യരുത്, നമ്മൾ അറിയാതെ പോകരുത്. സ്തോത്രം. നമ്മൾ ഈ കാലങ്ങളിലൊക്കെ പലപ്പോഴും ശ്രദ്ധിക്കുകയും കേൾക്കുകയും ചെയ്യുന്നൊരു കാര്യമാണ് അല്ലേ? മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന കുഞ്ഞുങ്ങളെക്കുറിച്ച്, എന്നാൽ സംരക്ഷിക്കാത്തവരെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഈ തലമുറയിൽപ്പെട്ട എല്ലാവരും അല്ലെങ്കിലും കുറച്ച് കുഞ്ഞുമക്കളെങ്കിലും ശ്രദ്ധിക്കാറുണ്ട്. അപ്പനോട് അമ്മയോടോ പറയാറുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ എൻ്റെ പപ്പയും അമ്മയും നോക്കുന്നത് ഞാൻ കണ്ട് എൻ്റെ അപ്പനെ ഞാൻ നോക്കുമെന്ന് പറയുന്ന മാതാപിതാക്കളുണ്ട്, കുഞ്ഞുങ്ങൾ, തലമുറകളുണ്ട് അല്ലേ? അതുപോലെ തന്നെ പ്രൈസല്ല, എൻ്റെ അപ്പനെയും അവരുടെ അപ്പനെയും അമ്മയും നോക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ നിങ്ങളെ നോക്കത്തില്ലെന്ന് പറയുന്നൊരു തലമുറയും ഈ തലമുറയിലുണ്ട്. അപ്പോൾ എന്താ അതിൻ്റെ കാരണം? നമ്മൾ ചെയ്യുന്നത് കാണുന്നൊരു തലമുറ ഉണ്ടെന്നുള്ള കാര്യം എന്ത് ചെയ്യരുത്, നമ്മൾ മറന്നു പോകരുത്. സ്തോത്രം. നമ്മളെ ശ്രദ്ധിക്കുന്ന ഒരു കൂട്ടമുണ്ട്, അല്ലെങ്കിൽ ഒരു തലമുറ ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത്. ഇപ്പം നമ്മൾ പലപ്പോഴും പറയുന്നൊരു വാചകം ഞാനൊക്കെ കേട്ടിട്ടുണ്ട്, നമ്മൾ കാണുന്നത് 2 കണ്ണുകൊണ്ടാണ്, എന്നാൽ നമ്മളെ കാണുന്നതോ 1000 കണ്ണാണ്. സ്തോത്രം. നമ്മൾ പലപ്പോഴും നമ്മുടെ ഈ 2 കണ്ണുകൊണ്ട് പലതിനെയും നമ്മൾ വീക്ഷിക്കാറുണ്ട്, കുറ്റം വിധിക്കാറുണ്ട്, പലതിനെയും നമ്മൾ വിധി പറയാറുണ്ട്, റിസൾട്ടുകൾ പ്രഖ്യാപിക്കാറുണ്ട്. എന്നാൽ സ്തോത്രം, നമ്മളെ കാണുന്നത് 2 അല്ല, 1000കണക്കിന് കണ്ണുകൾ നമ്മളെ നോക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടി ഒരു കാര്യം, നീ എന്ത് വിതയ്ക്കുന്നുവോ അത് കൊയ്യുന്ന ഒരു കാലഘട്ടമുണ്ട് എന്നുള്ളത് തിരുവചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കണം. വചനം പറയുന്നു, കണ്ണുനീരിൽ വിതയ്ക്കുന്നവൻ വാർപ്പോടെ കൊയ്യും. പ്രൈസല. അപ്പോൾ ഇവിടെ ജഡത്തിൽ വിതയ്ക്കുന്നവൻ, ജഡത്തിൻ്റെ പ്രവൃത്തികൾ നിശ്ചയമായിട്ടത് തിന്മയ്ക്ക് കാരണമാകുന്നൊരു വസ്തുതയാണ്. തിരുവചനം പറയുന്നു, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും തക്കവണ്ണമുള്ള പ്രതിഫലത്തെ തക്ക സമയത്ത് നമ്മുടെ ശരീരത്തിൽ അത് എന്ത് ചെയ്യും? വെളിപ്പെടും. ശരീരം കൊണ്ട് ചെയ്തത് ശരീരം കൊണ്ട് നമ്മൾ അനുഭവിക്കേണ്ടി വരും, മനസ്സുകൊണ്ട് ചെയ്തത് മനസ്സുകൊണ്ട് നമ്മൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ടാണ് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയും, ചിലരൊക്കെ നമുക്കറിയാം, ഉദാഹരണത്തിന് വേണ്ടി പറയുന്നതാണ്, സിഗരറ്റ് വലിക്കുമോ? ഇല്ല, പക്ഷെ മേടിച്ചു കൊടുക്കും. മദ്യമിക്കുമോ? ഇല്ല, മദ്യം ഒഴിച്ചു മേടിച്ചൊഴിച്ചു കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അല്ല സ്തോത്രം. നീ മദ്യപിക്കുന്നില്ലെങ്കിലും ആ തെറ്റിന് നീ കൂട്ടുനിൽക്കുകയാണ്, നീ പുകവലിക്കുന്നില്ലെങ്കിലും നീ ആ പുകവലിക്ക് കൂട്ടുനിൽക്കുകയാണ്. അപ്പോൾ ആ ചെയ്യുന്നത് പോലെ തന്നെയാണ് മേടിച്ചു കൊടുക്കുന്ന നീയും അതിനകത്ത് പങ്കാളിയാകുന്നത്. ഇവിടെയാണ് ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ കൊയ്യുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും ദൈവമക്കളായി നമ്മൾ ചിലതിനോട് എതിർത്തു നിന്ന് തന്നെയാകണം, എതിർക്കണം എന്ന് തന്നെയാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. സ്തോത്രമല്ലേ. വിഗ്രഹാരാധനയിലേക്ക് പോയ ഇസ്രായേലിലെ 11 ഗോത്രങ്ങളെയും കണ്ട് അതിലേക്ക് ചാഞ്ചാട്ടമില്ലാതെ മാറി നിന്നൊരു വർഗമാണ് ലേവി ഗോത്രം. അതുകൊണ്ടാണ് അവർ അനുഗ്രഹിക്കപ്പെട്ടത്. അവർ ചെയ്തത് കുഴപ്പമില്ലെന്ന് പറഞ്ഞവരല്ല ലേവി എന്ന വർഗം, ഇല്ലെങ്കിൽ ലേവി എന്ന ഗോത്രം. പ്രൈസ് ദി ലോർഡ്. അവർ ചെയ്തത് തെറ്റാണെന്ന് നിശ്ചയദാർഢ്യത്തോടു കൂടെ പറഞ്ഞവനാണ് ലേവി. അതുകൊണ്ടാണ് അവൻ അനുഗ്രഹിക്കപ്പെട്ടത്. തെറ്റിനെ ചൂണ്ടിക്കാണിക്കുക, തെറ്റെന്ന് പറയുവാൻ നിനക്ക് ആർജവമുണ്ടായാൽ അതാണ് നിന്റെ മേൽ വെളിപ്പെടുന്ന ഈ അഭിഷേകത്തിൻ്റെയും ദൈവിക ശുശ്രൂഷയുടെയും ആഴമെന്ന് പറയും. തെറ്റിനെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന, അവനെ അനുകൂലിക്കുന്ന, ന്യായീകരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് നീ ചെയ്യുന്നു എങ്കിൽ ജഡത്തിൽ നീ വിതയ്ക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ജഡത്തിൽ നീ നാശം കൊയ്യുവാൻ തക്കവണ്ണം ഇടവരും. എന്നാൽ ആത്മാവിൽ വിതയ്ക്കാൻ നീ തയ്യാറായാൽ ഒരു നിത്യജീവന്റെ നന്മ ദൈവം നമുക്കായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കൾ, ഇവിടെ നമുക്ക് കിട്ടുന്ന നന്മകളോ മാന്യതകളോ ഉയർച്ചകളോ സ്തോത്ര പദവികളോ സ്തോത്രം വേദികളോ ഒന്നുമല്ല നമ്മെ ഉയർത്തുന്നതിന് പകരം ഇവിടം വിട്ട് നമ്മൾ ഒരു രാജ്യത്തിലേക്ക് കടക്കാൻ പോകുകയാണ്. അവിടെയാണ് നമുക്കൊരു പ്രതിഫലം, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ലഭിക്കുന്നത്.
ലഭ്യമാകേണ്ടത്. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥനയോടെ കാത്തിരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനാണ് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. ഇവിടുന്ന് ചെറുകടിയിൽ മറയ്ക്കുകയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും വിടുവിക്കുകയും ചെയ്യേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമസ്തവും തൃക്കരങ്ങൾ തരുന്നു കൂടെ ഇരിക്കണം. മഹത്വം അങ്ങേക്ക്. യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.